ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വലിയ ആദിശങ്കരാചാര്യ ശില്പത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ച് പട്ടാമ്പി മരുതൂർ ഗ്രാമം. ശില്പി സുരേന്ദ്ര കൃഷ്ണനാണ് 11 അടി ഉയരമുള്ള ശില്പം നിർമ്മിച്ചത്. കണ്ണാടിയിലെ ക്ഷേത്രത്തിലേക്കാണ് ശില്പം നിർമ്മിച്ചതെന്ന് ശില്പി പറഞ്ഞു. പൂർണ്ണമായും സിമന്റിലാണ് ശില്പം നിർമ്മിച്ചത്. ശില്പത്തിന് 10 ടണ്ണോളം ഭാരം വരും. 16 ടണ്ണിന്റെ ക്രെയിൻ ഉപയോഗിച്ചാണ് ശില്പം വാഹനത്തിൽ കയറ്റിയത്. 6 മാസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ശില്പം പൂർത്തിയായതെന്ന് ശില്പി സുരേന്ദ്ര കൃഷ്ണൻ പറയുന്നു. ഇങ്ങനൊരു ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നത് ഇത് കണ്ണാടിയിൽ ഉള്ള ഹരിദാസ് സാറ് അദ്ദേഹം ത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹം സ്വന്തം ചെലവിൽ പണിതൊരു ക്ഷേത്രമാണ് അവിടെ. കണ്ണാടി പൂവക്കോട് ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്ഷേത്ര സമുച്ചയം അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ. അദ്ദേഹത്തിന് ഈ ആദിശങ്കരന് വേണ്ടത്ര അംഗീകാരം കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ ആദിശങ്കരൻ്റെ ഒരു ശില്പം അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ സംരംഭത്തിൽ എത്തിച്ചേരുന്നത്. നിർമ്മാണം എത്ര കാലം എടുത്തു? 6 മാസം കൊണ്ടാണ് ഞാൻ നിർമ്മിച്ചത്. അതിൻ്റെ ഇടയിൽ ഒരു 10-20 ദിവസം ഒരു വിവേകാനന്ദന്റെ ശില്പം പൂർത്തീകരിക്കാണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മെറ്റീരിയൽ കോൺക്രീറ്റ് ആണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇതിപ്പോ ഇരിക്കുന്നത് 11 അടി ഹൈറ്റ് ആണ്. ഈ 11 അടി ഹൈറ്റ് പറഞ്ഞാൽ ഇതിന്റെ ഇത് നിൽക്കുന്ന ഒരു രൂപമാണ് വെച്ചാൽ 22 അടി ഹൈറ്റ് വരും. അതിന്റെ ഒരു സൈസാണിത്. ഇത്രയും വലിയൊരു ശില്പം കോൺക്രീറ്റിൽ നിർമ്മിച്ചിട്ട് 10-60 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഇങ്ങനെയും ചെയ്യാൻ പറ്റുന്നുള്ളത് മറ്റു കലാകാരന്മാർക്ക് ഒരു മാതൃകയായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മരുതൂർ വൈലിരിക്കാവിൽ പ്രദർശിപ്പിച്ച ശില്പം കാണാനായി നിരവധി പേരെത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കണ്ണാടി ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്ര കമ്മിറ്റിയുടെയും അദ്വൈതാശ്രമത്തിന്റെയും നേതൃത്വത്തിൽ രഥയാത്രയായാണ് ശില്പം കണ്ണാടിയിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. ശില്പം സ്ഥാപിക്കുന്നതോടൊപ്പം ആദിശങ്കരാചാര്യരുടെ ആധ്യാത്മിക ചരിത്രം ഉൾക്കൊള്ളുന്ന മ്യൂസിയവും സ്ഥാപിക്കും. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ആദിശങ്കരാചാര്യ ശില്പം കണ്ണാടിയിലെത്തിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.